ഒരാഴ്ച മുമ്പ് അവളെ ഫോളോ ചെയ്ത് അവളുടെ പേര് ചോദിച്ച് നിൻ്റെ കണ്ണിൽ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നുള്ള ചോദിച്ചായിട്ട്. മിഷേലിനെ അടുത്ത കാലത്തായി ഒരാൾ ശല്യപ്പെടുത്തിയിരുന്ന പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തലശ്ശേരി സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഇയാളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. 3 ഇടങ്ങളിൽ ഇയാൾ മിഷേലിനെ തേടിയെത്തിയിരുന്നു. എന്നാൽ വിദ്യാർത്ഥിനിയെ ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്തണമെന്ന ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ലെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മിഷേലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ പറയുന്ന മറ്റൊരാളെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടെ മരണത്തിൽ അസ്വാഭാവികതയുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. കോസ് ഓഫ് ഡെത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡ്രൗണിംഗ് ആണ്. പരാതിക്കാർ പറയുന്നതും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി പോലീസിന് ഇതുവരെ പുറത്തു കൊണ്ടുവരാനായിട്ടില്ല. ആത്മഹത്യ എന്ന നിഗമനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന പോലീസിന് കാരണമെന്ന ചോദ്യത്തിന് യാതൊരു മറുപടിയും നൽകാനില്ല. 18-കാരിയായ വിദ്യാർത്ഥിനിയുടെ പെട്ടെന്നുള്ള തിരോധാനവും ശേഷം മൃതദേഹം കായലിൽ നിന്ന് കണ്ടെടുത്തതും ഏവരിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യെസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കലൂർ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ മിഷേലിനെ പിന്നീട് കണ്ടെത്തിയത് ഈ കായലിൽ മരിച്ച നിലയിലാണ്. പ്രത്യേകിച്ച് ഒരു പ്രശ്നവും മിഷേലിന് ഉണ്ടായിരുന്നില്ല എന്ന് കൂട്ടുകാരും വീട്ടുകാരും ആണയിട്ട് പറയുമ്പോഴും മരണം എങ്ങനെ സംഭവിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പരീക്ഷയായതിനാലാണ് മിഷേൽ അന്ന് വീട്ടിൽ വരാതിരുന്നത്. രാവിലെ വീട്ടിൽ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് മിഷേൽ സംസാരിച്ചതെന്നും അങ്ങനെയുള്ള ഒരു കുട്ടി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും വീട്ടുകാർ ഉറപ്പിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വീണ്ടും അവൾ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ വിളിച്ച് ഫോൺ വെച്ച് ഇന്ന് എന്തായാലും ഞങ്ങൾ വരില്ല, അപ്പോൾ നീ എന്നാ പള്ളി പോക്കോ എന്നും പറഞ്ഞാണ് അന്ന് ഫോൺ വെച്ചത്. കൊച്ചി കായലിൽ നിന്നെടുത്ത മൃതദേഹത്തിൽ മുങ്ങിമരിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഏതെങ്കിലും ചെറുപ്പക്കാരൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാൽ ആത്മഹത്യ ചെയ്യുന്ന ആളല്ല മിഷേലെന്ന് കൂട്ടുകാരും ഉറപ്പിച്ചു പറയുന്നു. എന്നിട്ടും ആത്മഹത്യ എന്ന് പറഞ്ഞ് കേസ് എഴുതിത്തള്ളാൻ പോലീസ് ധൃതി കാണിക്കുകയാണെന്ന് വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.